ചേച്ചാ എന്തുവാ പരിപാടി രാവിലെ എന്താ ഒരു കൂണ് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് പരീക്ഷണമാണ്. നമ്മുടെ KVKന്ന് കുറച്ച് കൂണിൻ്റെ വിത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിങ്ങനെ ഞാനിങ്ങനെ കച്ചി എടുത്തുകൊണ്ട് വന്ന് കച്ചി ആദ്യം വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തു. അത് കഴിഞ്ഞ് തന്നെ തണുപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അതിനെ വാട്ടറൊക്കെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കൂണിൻ്റെ വിത്ത് എടുത്തുകൊണ്ട് വന്നത് അതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതൊരു 150 ഗ്രാം വിത്ത് ഒരു പാക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇപ്പം 300 ഗ്രാമിൻ്റെ വിത്ത് ഹാഫ് എടുത്തു. അത് ഓൾറെഡി ഒരു ഹാഫ് എടുത്ത് ഒരു കൂടിൽ ഞാൻ പാക്ക് ചെയ്ത് ഇങ്ങനെ 4 ലെയറായിട്ട് എൻ്റെ സീഡ് ഇട്ട് വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ലെയർ ഒന്ന് കാണിച്ച് ഇതാണ്. ഒരു 35 മുതൽ 60 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള ഒരു പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് പഞ്ച് ചെയ്തിരിക്കുന്ന ഹോൾസ് നമ്മുടെ പേപ്പർ പഞ്ച് ഉപയോഗിച്ച് ഹോളിട്ട് കഴിഞ്ഞു. അതിനടിയിലൊരു ചെറിയൊരു കെട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ ഇത് വരാൻ സാധിക്കും. അത് കഴിഞ്ഞ് എൻ്റെ അടിയിലോട്ട് ആദ്യം കുറച്ച് ഈ കൂണിൻ്റെ വിത്തെടുത്ത് ഇടുക, സ്പ്രെഡ് ചെയ്തിടുക. അടിയിലത്തെ ഒരു ലെയർ ചെറിയതായിട്ട് ഒരു വിത്തിൻ്റെ ഒരു ലെയർ അവിടെ കിട്ടും. അത് കഴിഞ്ഞ് നമ്മുടെ കുതിർത്ത വൈക്കോല് എടുത്ത് റൗണ്ടായിട്ട് ഫില്ല് ചെയ്യണം. അതാണ് ഇങ്ങനെ വൈക്കോല് ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡെറ്റോൾ സൊല്യൂഷൻ ഉണ്ട്. 1:10 എന്ന റേഷ്യോയിൽ നമ്മുടെ കയ്യിൽ നിന്ന് അഴുക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി അതിനെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഡെറ്റോൾ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് കച്ചി ഇങ്ങനെ എടുത്ത് ഒരു 4-5 സെൻറ്റിമീറ്റർ കനത്തിൽ ഒരു ലെയർ ഉണ്ടാക്കി ഒരു റിങ് പോലെ ഉണ്ടാക്കി അതിനെ ചുറ്റി എടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 4-5 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ ഇങ്ങനെ എടുത്ത് ചുറ്റി ഇതെന്തോ ചെയ്യും? ഇത് കൂടിൻ്റെ അകത്ത് ഇടുവോ? ഇത് കൂടിൻ്റെ അകത്ത് ആദ്യത്തെ ഫസ്റ്റ് ലെയറായിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റിങ് നമ്മുടെ ചുമ്മാടിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി തലയിൽ വെക്കുന്നത്. ആൾക്കാർ ലേബേഴ്സ് പണിയാൻ ഉപയോഗിക്കുന്ന വെയിറ്റ് ചുമക്കാൻ ഉപയോഗിക്കുന്ന ചുമ്മാടിൻ്റെ ഷേപ്പിൽ റിങ് ഉണ്ടാക്കി ഇതിൻ്റെ അകത്തോട്ട് ആദ്യത്തെ ലെയർ ഇറക്കി വെക്കുക. കെയർഫുള്ളായിട്ട് വെക്കണം. ഇതിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് നന്നായിട്ട് അമക്കി പ്രസ് ചെയ്ത് നല്ലോണം ടൈറ്റ് ചെയ്യണം അല്ലേ? ടൈറ്റും ചെയ്യണ്ട. ഇപ്പം പ്രസ് ചെയ്ത് അതിങ്ങനെ പരമായിട്ടൊരു ഡിസ്ക് പോലെ ഇരിക്കണം. അത് കഴിഞ്ഞ് നന്നായിട്ട് അതിൻ്റെ കൂടിൻ്റെ ഷേപ്പിനുള്ളിൽ അത് ഫില്ലാകണം. അത് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് പിന്നെ മുകളിൽ നമുക്ക് കൊടുത്താലും നല്ലതാണ്. അങ്ങനെ പ്രസ് ചെയ്ത് അത് ഒരു 4-5 സെൻറ്റിമീറ്റർ കണക്കിലുള്ള ഒരു ബെഡ് ഉണ്ടാക്കുകയാണ്. അപ്പം കൂണിൻ്റെ വിത്തിന് വളരാനൊരു ബെഡ്. ഇത് കച്ചിയാണ് ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള കച്ചി, പച്ചക്കച്ചിയൊന്നും ഇല്ലാത്തത് നന്നായിട്ട് ഉണങ്ങിയ കച്ചി ഉപയോഗിക്കണം. അപ്പോൾ ആദ്യത്തെ ലെയർ ഇങ്ങനെ റെഡിയായി വരുന്നു. അത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചിടുക? ഒന്നിക്കില്ല. ആദ്യം കുറേശ്ശെ അതിൻ്റെ വിത്തെടുത്തിനി ഇതിൻ്റെ സൈഡിൽ കൂടെ ചെറുതായിട്ട് നമ്മൾ എഡ്ജിൽ കൂടെ അത് ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ ഈ വിധത്തിൽ ഇങ്ങനെയുള്ള ചെറുതായിട്ട് എൻ്റെ എഡ്ജിൽ കൂടുതൽ വായു കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ആ എഡ്ജിലിട്ട് കൊടുക്കുക. അപ്പോൾ ആ വിത്തുകളാണ് 10-15-21 ദിവസത്തിനുള്ളിൽ ഇത് കിളിച്ച് വരുന്നത്. നമ്മുടെ ഇപ്പോൾ എക്സ്പെരിമെൻ്റ് അല്ലേ? നമ്മുടെ ഇപ്പോൾ എക്സ്പെരിമെൻ്റ് അത് ജസ്റ്റ് പരീക്ഷണം. ഇത് വിത്ത് വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. നമ്മുടെ മീഡിയ ബെഡൊക്കെ റെഡിയാക്കി അതിൻ്റെ എഡ്ജിൽ കാണാൻ പറ്റും. ഇങ്ങനെ വിത്തിങ്ങനെ എഡ്ജിൽ കൂടെ തന്നെ ഇടാവുള്ളൂ. സെൻറ്ററിലൊന്നും അധികം ഇടല്ലേ. എഡ്ജിൽ നിന്ന് അതിന് മാക്സിമം ഇത് ഫോം ചെയ്യാൻ പറ്റും. കേട്ടോ, ഇപ്പോൾ റിമോട്ട് സെൻസിങ് സയൻറ്റിസ്റ്റ് മഷ്റൂം സയൻറ്റിസ്റ്റായിട്ട് വരിക അല്ലയോ? മഷ്റൂം കൾട്ടിവേഷൻ ഇവിടെ നല്ല ഡിമാൻഡുള്ളൊരു ഐറ്റമാണ്. ഒരു പുതിയൊരു കൃഷി രീതി ഒന്ന് അവലംബിച്ച് നോക്കുകയാണ്. അടുത്ത റിങ് ഞാൻ റെഡിയാക്കുകയാണ്. അടുത്ത റിങ്ങിങ്ങനെ കച്ചി കുറവുണ്ടെന്ന് തോന്നുന്നു. കുറച്ചെടുത്താൽ മതി. അടുത്ത ചുമ്മാട് ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് വെക്കുക, പ്രസ് ചെയ്യുക, അടുത്ത ലെയർ ഫോം ചെയ്യണം. കൂട് കീറാതെ പ്രസ് ചെയ്ത് ഒരു ഫ്ലാറ്റായിട്ട് ഫോം ചെയ്യിക്കുക. അതിന് കിടക്കാനായിട്ട് നല്ലൊരു സ്ഥലമല്ലയോ? നല്ലൊരു
നല്ല ഈർപ്പമുള്ള ഒരു ബെഡാണിത്. ഇത് മോയിസ്റ്റാണ്, ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ച്. അന്നേരം നമ്മൾ ഡ്രൈ ആക്കല്ലോ സ്ട്രോ അല്ലയോ? ആദ്യം തന്നെ കച്ചി നമ്മൾ ഒരു 12 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം 12 മണിക്കൂർ കഴിഞ്ഞിട്ട് പുഴുങ്ങിയെടുക്കുക. അതിന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. കച്ചിയുടെ എന്തെങ്കിലും അഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ആ ബെഡിനെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് വെള്ളത്തിൽ മുക്കിയിട്ട് തിളപ്പിക്കുക. ഒരു ബബിൾ വരുമ്പോൾ ഓഫ് ചെയ്തിടുക. 1/4 മണിക്കൂർ കഴിയാൻ അത് അവിടത്തിന് ആ ചൂടിലിരുന്ന് അത് വേകാൻ അനുവദിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും തണുത്ത് കഴിഞ്ഞിട്ട്. ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് ബെഡ് ഞാൻ നിറച്ചു. ഇനി അതിൻ്റെ സീഡ് ഇടാൻ പോവാണ്. സീഡ് ഇങ്ങനെ എഡ്ജിൽ കൂടെ ഇട്ട് കൊടുക്കുക. എഡ്ജിലെല്ലാം ഒരു ഓക്സിജനും കിട്ടുന്ന വിധത്തിൽ അതിന് വെഡ്ജിലടുത്ത് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കാണാം. കുറച്ചുകൂടെ വേണം. ഫ്രിഡ്ജിലത് മാക്സിമം കാണത്തക്ക വിധത്തിൽ എല്ലായിടത്തും ഒരുപോലെ ഇടുക. ഇനി ഒരു ലെയർ ഇട്ട് കഴിഞ്ഞാൽ അതിനും അടുത്ത ഒരു ലെയർ മൊത്തം 4 ലെയർ ഇടാൻ പറ്റും. കുറച്ചുകൂടെ വെള്ളം ഇടാം. ഇതിന് നല്ല പണിയുണ്ടല്ലോ. ഇത് കുറച്ച് ലേബർ ഇൻറ്റൻസീവ് ആണിത് സത്യം പറഞ്ഞാൽ. കച്ചി ഇതുപോലൊക്കെ ഫോമിലാക്കി എടുക്കുന്ന കുറച്ച് സമയം എടുക്കും. അങ്ങനെയുള്ള സമയം കച്ചിയുടെ പണിയാണ് ഏറ്റവും കൂടുതൽ. അതിപ്പോൾ റെഡിമെയ്ഡായിട്ടുള്ള പെല്ലറ്റ് ഫോമൊക്കെ കിട്ടുന്നുണ്ട് ആക്കപ്പൊടിയുടെ. അത് പണി ലാഭമുണ്ട്. ഇത്രയും പുഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അത് സ്റ്റെറിലൈസ് ചെയ്യണ്ടേ? ഇത് ഓൾറെഡി ക്ലീനാണ്. ഇവിടെ ചുറ്റേണ്ടി വരുന്നു. കഥ പറഞ്ഞു പോകുന്നുണ്ട്. ലാസ്റ്റ് കച്ചി ആകുമ്പോഴത്തേക്ക് ഇച്ചിരി ചുറ്റാൻ പാടുമില്ല. നായി കാണും. ചുമ്മാ ഫോം ചെയ്തില്ല. ഒരുമാതിരി ആയിട്ടുണ്ട്. ഇച്ചിരി കണക്കുറവുണ്ട്. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ റൗണ്ടാക്കി എടുക്കുക. എന്നിട്ട് ഇതിന് ഡാർക്ക് റൂം വേണോ? അധികം ഡാർക്ക് റൂം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയ അധികം സൂര്യപ്രകാശം അടിക്കാത്ത തണുപ്പുള്ള റൂമാക്കി വെക്കണം. 85 to 90% ഹ്യൂമിഡിറ്റി ഐഡിയലാണ്. അതുകൊണ്ട് അധികം വെളിച്ചം കയറാത്ത നല്ല വെന്റിലേഷനുള്ള റൂമിൽ തൂക്കിയിടുക. അധികം വെളിച്ചം കയറാതിരിക്കുന്നത് നല്ലത്. മൂന്നാമത്തെ ലെയർ തിന്നായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ നമുക്കിനി ഇതിൻ്റെ വിത്ത് ഇടാം. ഈ ലെയർ കഴിഞ്ഞ ഒരു ലെയർ മുകളത്തെ ലെയർ അതിന് മുകളിൽ വിതറിയാൽ മതി. അത് കഴിഞ്ഞ് ടൈ ചെയ്യല്ലേ? വിട്ട് കുറേശ്ശെ ഉപയോഗിക്കുന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇച്ചിരി ഉള്ളിലോട്ടൊക്കെ സ്പ്രെഡായി ഇടാൻ പറ്റും. ഇത് വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തിൻ്റെ യൂസ് ചെയ്യണം? ഇത് സാധാരണ 2-3 മാസത്തേക്ക് അതിന് ലൈഫ് കാണുമെന്ന് അവർ പറയുന്നത്. മാക്സിമം 1-1.5 മാസത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഒരു ലെയർ
മൂന്നാമത്തെ ലെയർ ഫോം ചെയ്തു. കുറച്ചുകൂടെ ഉള്ളത് ഞാൻ സൈഡിലേക്ക് കൊടുക്കുകയാണ്. ഇനി ഒരു ലെയറും കൂടെ വരുമല്ലേ? ലാസ്റ്റ് ലെയർ കൂടെ ഫോം ചെയ്യണം. ഇതിൽ ഞാൻ വേറെ ആദ്യം കുറച്ച് മോളിയിരുന്ന കച്ചിയും കൊണ്ട് ഇത് മാറ്റി വെച്ചു. കുറച്ച് കൂടുതലാന്ന് വിചാരിച്ചെടുത്ത് വെച്ചിരുന്ന അതുപോലെ മിക്സ് ചെയ്ത് കൂടുതൽ കാര്യമായിട്ട് കൂടുതലില്ല. ഏകദേശം 1 കിലോ കച്ചി മിച്ചം വേണം ഒരു പാക്കറ്റ് റെഡിയാക്കാൻ. ഈ കച്ചി ഇങ്ങനെ ബണ്ടിലല്ലാതെ ലൂസായിട്ട് കിട്ടുമോ? വലിയ കെട്ടായിട്ടും കിട്ടും നമുക്ക്. ലൂസായിട്ട് ഇങ്ങനെ 2 കിലോ 200-200 വരും ഒരു ബണ്ടിലായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇത് കുറച്ചുകൂടെ വേണം ആഡ് ചെയ്യാം. ലാസ്റ്റ് ചുമ്മാട് കെട്ടാനുള്ള ഹൈറ്റ് കൂടെ കിട്ടണം. ഇതാദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നല്ലയോ? അത് ആദ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കും. നോക്കുക. കുറച്ച് സമയം എടുക്കും ഇതൊക്കെ ചെയ്ത് വരാനായിട്ട്. ഇനി 21 ദിവസം ഏകദേശം 21 ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്തു. അന്നേരം നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം അല്ലേ? അടുത്ത വീഡിയോ എടുക്കാം. ഞാനിത് ലാസ്റ്റ് കിട്ടാനുള്ള സ്പേസ് ഉണ്ട്. ഇനിയും ഫൈനൽ എഡ്ജിലും മുകളിലുമായിട്ടാണ് സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. ഇത് നെല്ലിലാണ് വിത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നെല്ല് അതിൻ്റെ ബേസ്. നെല്ലിൻ്റെ മീഡിയമാണ്. ഓക്കെ. ധാന്യങ്ങളിലത് ഇതിൻ്റെ ഒരു ഫംഗസാണിത്. ഫംഗസ് ഗ്രോ ചെയ്താൽ കൂടാകുന്നത്. ഇത് ഏത് ടൈപ്പ് മഷ്റൂമാ? ഇത് ചിപ്പിക്കൂൺ എന്ന് പറയും. ഓയിസ്റ്റർ മഷ്റൂം. ഓക്കെ. ഇത് പല വെറൈറ്റീസ് ഉണ്ട്. ഒരു വെറൈറ്റി എൻ്റെ പേര് ഞാൻ മറന്നുപോയി. 2 വെറൈറ്റി നമുക്ക് കേൾവിക്കുന്ന ലഭിക്കുന്നുണ്ട്. അത് പോയിൻ്റ് എല്ലായിടത്തും ടോപ്പിലെല്ലാം ഇട്ട് കഴിഞ്ഞു. ലാസ്റ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞു. അത് ഓൾമോസ്റ്റ് റെഡി. ഇനി കെട്ടണം. കെട്ടുക എന്നുള്ളതാണ്. അത് ടൈറ്റായിട്ട് കെട്ടണമെന്നുണ്ടോ? ടൈറ്റായിട്ട് കെട്ടണമെന്നില്ല. നന്നായിട്ട് കെട്ടി തൂക്കിയിടുകയാണ്. നമ്മൾ കാറിലല്ല ഉപ്പിലൊക്കെ തൂക്കിയിടാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇതുപോലെ വെച്ചിട്ട് ഇത് ടൈറ്റ് എന്ന് പറയാൻ തൂങ്ങി നിൽക്കണം. എയർ ഇതിനകത്ത് ഓൾറെഡി ഈ ഹോൾസിൽ കൂടെ കയറുന്നുണ്ട്. നമ്മൾ മുകളത്തെ ലെയർ ഇട്ടിട്ട് നമുക്ക് കെട്ടാനുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. എയർ കൊണ്ട് കെട്ടി പിന്നെ തൂക്കിയിടാനാണ് ശ്രമം. എന്നാ താങ്ക് യു വിൽസൺ അച്ചാ. ഇനി അത് തൂക്കിയിടത്തല്ലേ ഉള്ളൂ. ഒരു 50 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാൻ മുറിക്കുക. ഓക്കെ. ഇങ്ങനെ ഹാങ് ചെയ്ത റൂമിൽ, ഡാർക്ക് റൂമിൽ, വലിയ ഡാർക്ക് ആവണമെന്നില്ല, ഇങ്ങനെ തൂക്കിയിടുക. ഓക്കെ. റൂം മോയിസ്റ്റ് ആയിരിക്കണം. ഹ്യൂമിഡിറ്റി നന്നായിട്ട് വേണം. ടെമ്പറേച്ചർ under 30 ഡിഗ്രി ഐഡിയലായിരിക്കും. ഓക്കെ. താങ്ക് യു. താങ്ക് യു.